പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണം ഇപ്പോഴും കീറാമുട്ടിയായി തുടരുന്നു. ജില്ലയിൽ 30,000-ഓളം കർഷകരുടെ നെല്ലാണ് ഇനിയും ഏറ്റെടുക്കാനുള്ളത്. 5,000 കർഷകർക്ക് മാത്രമാണ് PRSഉം അനുവദിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാനുള്ള അടിപിടി തുടരുമ്പോൾ പുതിയ സർക്കാർ എത്രയും വേഗം അധികാരമേറ്റ് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നെല്ല് സംഭരണം അതിവേഗം നടത്തി പണം നൽകുമെന്ന് പിണറായി സർക്കാർ പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. 65,000-ഓളം കർഷകർ സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്തതിൽ 30,000 പേരുടെ നെല്ല് ഇനിയും സപ്ലൈകോ സംഭരിച്ചിട്ടില്ല. പലരുടെയും പാടത്തും വീട്ടിലുമൊക്കെയായി നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. 35,000 കർഷകരുടെ നെല്ല് സംഭരിച്ചുവെങ്കിലും അതിൽ 5,000 പേർക്ക് മാത്രമാണ് PRS രസീത് നൽകിയിരിക്കുന്നത്. ബാക്കി 30,000 കർഷകർ എന്ന് PRS ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. നെല്ല് സംഭരണം ചെയ്ത ആൾക്കാർക്ക് ഇത്രയും നേരം വരെ PRS കിട്ടുന്നതിൽ വലിയ കാലതാമസമാണ് ഉണ്ടാകുന്നത്. PRS കൊടുക്കേണ്ടത് മില്ലുകാരുടെ ചുമതലയാണ്. അതല്ലെങ്കിൽ 100 രൂപ വെച്ച് ഫൈന് സപ്ലൈകോ വാങ്ങിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ 1 മാസം വരെ കാലാവധിയായ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ 1 മാസം വരെ കാലാവധി എന്തിനാണ് ഡിലേ ആക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അത് മില്ലുകാരാണ് തരേണ്ടത് എന്നുള്ളതാണ് സപ്ലൈകോയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മില്ലുകാരോട് ചോദിച്ചാൽ അത് ഏജന്റുമാരാണ് തരേണ്ടത്. നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി കിട്ടുന്നില്ല. അധിക നെല്ല് സംഭരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ പ്രതിസന്ധി തുടരുന്നുണ്ട്. വേനൽ മഴ തുടരുന്നതിനാൽ നെല്ല് മുളച്ചു പോകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്കായി തമ്മിലടി തുടരുമ്പോൾ എത്രയും വേഗം പുതിയ സർക്കാർ അധികാരമേറ്റ് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത്. നെല്ല് ഷെഡിലും അതല്ലെങ്കിൽ മറ്റ് രീതിയിൽ പറമ്പുകളിൽ നെല്ല് മൂടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വേനൽ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിട്ടുണ്ട്. ഇനി പലരും നെല്ല് പുറത്ത് വിൽക്കാൻ നിർബന്ധിതരാവുന്ന ഒരു അവസ്ഥയാണ്. അതല്ലെങ്കിൽ ഈ മഴയത്ത് കേടുവന്നു പോകും. വില വിതരണത്തിന് സഹകരണ ബാങ്കുകളാണെങ്കിൽ കേരള ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്തതിനാൽ PRS വായ്പ നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് നീണ്ടാൽ കർഷകരും കൂടുതൽ പ്രതിസന്ധിയിലാവും. ജനം, പാലക്കാട്.